സഖറിയ അധ്യായം 1. ദാരിയൂസിന്റെ 2-ാം ഭരണവർഷം 8-ാം മാസം ഇദ്ദോയുടെ പുത്രനായ ബെരേഖ്യായുടെ പുത്രൻ സഖറിയ പ്രവാചകന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യധികം കോപിച്ചിരുന്നു. അതുകൊണ്ട് നീ അവരോട് പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആകരുത്. ദുർമാർഗങ്ങളും വ്യാജപ്രവൃത്തികളും വിട്ട് തിരിയുക എന്ന് പണ്ട് പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചെങ്കിലും അവർ അനുസരിക്കുകയോ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുകയോ ചെയ്തില്ല എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ അവർ എവിടെ? പ്രവാചകന്മാർ അവർ എക്കാലവും ജീവിച്ചിരിക്കുമോ? എങ്കിലും എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ ഞാൻ നൽകിയ സന്ദേശവും കൽപ്പനകളും നിങ്ങളുടെ പിതാക്കന്മാരെ പിടികൂടിയില്ലയോ? അപ്പോൾ അവർ അനുതപിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് തങ്ങളുടെ പെരുമാറ്റത്തിനും പ്രവൃത്തികൾക്കും അനുസൃതമായി ചെയ്യാൻ ഉറച്ചതുപോലെ തങ്ങളോട് ചെയ്തുവെന്ന് അവർ മനസ്സിലാക്കി. ദാരിയൂസിന്റെ 2-ാം ഭരണവർഷം 11-ാം മാസം ഷേബാത്ത് മാസം 24-ാം ദിവസം ഇദ്ദോയുടെ പുത്രനായ ബെരേഖ്യായുടെ പുത്രൻ സഖറിയ പ്രവാചകന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. സഖറിയ പറഞ്ഞു, ചുവന്ന കുതിരയുടെ പുറത്ത് സവാരി ചെയ്യുന്ന ഒരുവനെ ഞാൻ രാത്രി ദർശനത്തിൽ കണ്ടു. അവൻ ഒരു മലയിടുക്കിൽ കൊഴുന്തുചെടികളുടെ ഇടയിൽ നിൽക്കുകയായിരുന്നു. പിന്നിൽ ചുവപ്പും തവിട്ടും വെളുപ്പും നിറമുള്ള കുതിരകളും ഉണ്ടായിരുന്നു. പ്രഭോ, എന്താണിത്? ഞാൻ ചോദിച്ചു. എന്നോട് സംസാരിച്ച ദൈവദൂതൻ പറഞ്ഞു, അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. കൊഴുന്തു ചെടികൾക്കിടയിൽ നിന്നവൻ മറുപടി പറഞ്ഞു, ഭൂമി നിരീക്ഷിക്കാൻ കർത്താവ് അയച്ചിരിക്കുന്നവരാണ് ഇവർ. കൊഴുന്തു ചെടികൾക്കിടയിൽ നിന്നിരുന്ന ദൈവദൂതനോട് അവർ പറഞ്ഞു, ഞങ്ങൾ ഭൂമിയിലെങ്ങും നടന്നു നോക്കി, എല്ലാം ശാന്തം. കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവേ, എത്ര കാലം അവിടത്തേക്ക് ജെറുസലമിനോടും യൂദാ നഗരങ്ങളോടും കരുണ തോന്നാതിരിക്കും? 70 വർഷം അങ്ങ് അവരോട് രോഷം കാട്ടിയല്ലോ. എന്നോട് സംസാരിച്ച ദൂതനോട് കർത്താവ് ഉദാരവും ആശ്വാസദായകവുമായ മറുപടി പറഞ്ഞു. അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു, വിളിച്ചു പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ജെറുസലമിനെയും സിയോനെയും പ്രതി ഞാൻ അത്യധികം അസഹിഷ്ണുവായിരിക്കുന്നു. സ്വസ്ഥത അനുഭവിക്കുന്ന ജനതകളുടെ മേൽ എനിക്കേറെ കോപമുണ്ട്. ഞാൻ എൻ്റെ ജനത്തോട് അല്പം കോപിച്ചപ്പോഴേക്കും അവർ അനർത്ഥം വർദ്ധിപ്പിച്ചു. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ അലിവ് തോന്നി ജെറുസലമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അവിടെ എൻ്റെ ആലയം പണിയും, ജെറുസലമിൻ്റെ മേൽ അളവ് ചരട് പിടിക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണമാകും. കർത്താവ് വീണ്ടും സിയോനെ ആശ്വസിപ്പിക്കും, ജെറുസലമിനെ വീണ്ടും തിരഞ്ഞെടുക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ കണ്ണുയർത്തി നോക്കി, അതാ 4 കൊമ്പുകൾ. എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ദൂതനോട്, പ്രഭോ, ഇവയുടെ അർത്ഥമെന്തെന്ന് ഞാൻ ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞു, യൂദായെയും ഇസ്രായേലിനെയും ജെറുസലമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളാണ് ഇവ. പിന്നീട് കർത്താവ് 4 ലോഹപ്പണിക്കാരെ എനിക്ക് കാണിച്ചു തന്നു. അവർ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ ചോദിച്ചു. അവിടുന്ന് മറുപടി പറഞ്ഞു, യൂദായെ ആരും തലയുയർത്താത്ത വിധം ചിതറിച്ച കൊമ്പുകളാണിവ. ഇവർ വന്നത് അവരെ ഭയപ്പെടുത്താനും യൂദാദേശത്തിനെതിരെ കൊമ്പുയർത്തി അവരെ ചിതറിച്ച ജനതകളുടെ കൊമ്പ് മുറിച്ചു കളയാനും വേണ്ടിയാണ്. സഖറിയ
അധ്യായം 2. ഞാൻ കണ്ണുയർത്തി നോക്കി, അതാ കയ്യിൽ അളവ് ചരടുമായൊരുവൻ. നീ എവിടെ പോകുന്നു? ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, ജെറുസലമിനെ അളന്ന് അതിൻ്റെ നീളവും വീതിയും എത്രയെന്ന് നോക്കാൻ പോകുന്നു. എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന ദൂതൻ മുന്നോട്ട് വന്നു. അവനെ സ്വീകരിക്കുവാൻ മറ്റൊരു ദൂതനും വന്നു. അവൻ പറഞ്ഞു, ഓടിച്ചെന്ന് ആ യുവാവിനോട് പറയുക, ജെറുസലേം മനുഷ്യരും മൃഗങ്ങളും പെരുകി കോട്ടയില്ലാതെ ഗ്രാമപ്രദേശങ്ങൾ പോലെ കിടക്കും. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു, വടക്കേ ദേശം വിട്ട് ഓടുവിൻ. ആകാശത്തിലെ 4 കാറ്റുകൾ പോലെ ഞാൻ നിങ്ങളെ അന്യദേശങ്ങളിൽ ചിതറിച്ചിരിക്കുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു, ബാബിലോൺ പുത്രിയോടൊത്ത് വസിക്കുന്ന നിങ്ങൾ സിയോനിലേക്ക് രക്ഷപ്പെടുക. നിങ്ങളെ കവർച്ച ചെയ്ത ജനതകളുടെ അടുത്തേക്ക് അവിടുത്തെ മഹത്വം എന്നെ അയച്ചു. നിങ്ങളെ സ്പർശിക്കുന്നവൻ അവിടുത്തെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത്. സൈന്യങ്ങളുടെ കർത്താവായ അവിടുന്ന് അരുളിച്ചെയ്യുന്നു, ഞാൻ അവരുടെ മേൽ കൈവോങ്ങും. അവരെ സേവിച്ചവർക്ക് അവർ കൊള്ള മുതലാകും. സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. സിയോൻ പുത്രി, പാടി ഉല്ലസിക്കുക. ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. അന്ന് അനേകം ജനതകൾ കർത്താവിനോട് ചേരും. അവർ എൻ്റെ ജനമാകും. ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും. സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. അപ്പോൾ കർത്താവ് വിശുദ്ധ ദേശത്ത് തൻ്റെ ഓഹരിയായി യൂദായെ സ്വന്തമാക്കും. ജെറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും. മർത്യരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ. അവിടുന്ന് തൻ്റെ വിശുദ്ധ വസതിയിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു. സഖറിയ അധ്യായം 3. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റമാരോപിക്കാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു. കർത്താവ് സാത്താനോട് പറഞ്ഞു, സാത്താനെ, കർത്താവ് നിന്നെ ശാസിക്കുന്നു. ജെറുസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലേ ഇവൻ? ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. തൻ്റെ മുൻപിൽ നിന്നവരോട് ദൂതൻ പറഞ്ഞു, അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക. ജോഷുവയോട് അവൻ പറഞ്ഞു, നിന്റെ അകൃത്യങ്ങൾ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും. അവൻ തുടർന്നു, അവർ അവനെ നിർമ്മലമായി ശിരോവസ്ത്രം അണിയിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ദൈവദൂതൻ ജോഷുവയോട് പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ നിർദ്ദേശം പാലിക്കുകയും ചെയ്താൽ എൻ്റെ ആലയത്തെ നീ ഭരിക്കുകയും എൻ്റെ അങ്കണങ്ങളുടെ ചുമതല വഹിക്കുകയും ചെയ്യും. ഇവിടെ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നതിനുള്ള അവകാശവും ഞാൻ നിനക്ക് നൽകും. പ്രധാന പുരോഹിതനായ ജോഷുവയും അവൻ്റെ മുമ്പിലിരിക്കുന്ന നല്ല ഭാവിയുടെ അടയാളങ്ങളായ അവൻ്റെ സ്നേഹിതരും കേൾക്കട്ടെ. എൻ്റെ ദാസനായ ശാഖയെ ഞാൻ കൊണ്ടുവരും. ജോഷുവയുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കല്ലിൽ, 7 മുഖമുള്ള ഒറ്റക്കല്ലിൽ ഞാൻ ഈ ലിഖിതം ആലേഖനം ചെയ്യും. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ദേശത്തിൻ്റെ പാപം തുടച്ചു മാറ്റും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. അന്ന് നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ അയൽക്കാരെ മുന്തിരിത്തോപ്പിലേക്കും അത്തിവൃക്ഷത്തണലിലേക്കും ക്ഷണിക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു.
സഖറിയ അധ്യായം 4. എന്നോട് സംസാരിച്ച ദൂതൻ വീണ്ടും വന്ന് എന്നെ ഉറക്കത്തിൽ നിന്നെന്ന പോലെ ഉണർത്തി ചോദിച്ചു, നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടിൻ്റെ മുകളിൽ ഒരു കോപ്പയും അതിൽ 7 ദീപങ്ങളും, ഓരോന്നിനും മുകളിൽ 7 ദലങ്ങൾ. കോപ്പയുടെ വലത്തും ഇടത്തും ഓരോ ഒലിവ് വൃക്ഷം. എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു, പ്രഭു, എന്താണിത്? ദൂതൻ പറഞ്ഞു, ഇതെന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇല്ല പ്രഭു, ഞാൻ പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബ്ബാബേലിനോട് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. മഹാപർവ്വതമേ, നീ എന്താണ്? സെറുബ്ബാബേലിന് മുമ്പിൽ നീ സമതലമാകും. അവസാനത്തെ കല്ല് വെച്ച് കഴിയുമ്പോൾ ജനം എത്ര മനോഹരമെന്ന് ആർപ്പ് വിളിക്കും. കർത്താവ് വീണ്ടും എന്നോട് അരുളി ചെയ്തു, സെറുബ്ബാബേലിൻ്റെ കരം ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവനിത് പൂർത്തിയാക്കുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നുവെന്ന് അപ്പോൾ നീ അറിയും. ചെറിയ കാര്യങ്ങളുടെ ദിവസത്തെ നിസാരമാക്കിയവർ ആഹ്ലാദിക്കും. സെറുബ്ബാബേലിൻ്റെ കയ്യിലെ തൂക്കുകട്ട അവർ കാണും. ഈ 7 എണ്ണം ഭൂമി മുഴുവൻ പരിശോധിക്കുന്ന കർത്താവിൻ്റെ 7 കണ്ണുകളാണ്. ഞാൻ അവനോട് ചോദിച്ചു, വിളക്ക് തണ്ടിന് ഇടത്തും വലത്തുമുള്ള 2 ഒലിവ് മരങ്ങൾ എന്താണ്? ഞാൻ വീണ്ടും ചോദിച്ചു, എണ്ണ പകരുന്ന പൊൻകുഴലിൻ്റെ സമീപമുള്ള ഒലിവ് ശാഖകൾ എന്താണ്? അവൻ പറഞ്ഞു, ഇതെന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇല്ല പ്രഭു, ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഭൂമി മുഴുവൻ്റെയും കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന 2 അഭിഷിക്തരാണ് അത്. സഖറിയ അധ്യായം 5. വീണ്ടും ഞാൻ നോക്കിയപ്പോൾ ഇതാ പറക്കുന്ന ഒരു പുസ്തകച്ചുരുൾ. നീ എന്ത് കാണുന്നു? അവൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറക്കുന്ന ഒരു ചുരുൾ. അതിന് 20 മുഴം നീളവും 10 മുഴം വീതിയുമുണ്ട്. അവൻ പറഞ്ഞു, ഇത് ദേശം മുഴുവനുമുള്ള ശാപമാണ്. മോഷ്ടിക്കുന്നവനും കള്ളസത്യം ചെയ്യുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ വിച്ഛേദിക്കപ്പെടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അതിനെ കള്ളൻ്റെയും എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവൻ്റെയും വീട്ടിലേക്ക് അയക്കും. അത് അവൻ്റെ വീട്ടിൽ കടന്ന് അതിൻ്റെ കല്ലും തടിയും ഉൾപ്പെടെ എല്ലാം നശിപ്പിക്കുന്നതുവരെ അവിടെ വസിക്കും. എന്നോട് സംസാരിച്ച ദൂതൻ മുൻപോട്ട് വന്ന്, ഈ പോകുന്നത് എന്തെന്ന് നോക്കുക എന്നെന്നോട് പറഞ്ഞു. എന്താണത്? ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, ചലിക്കുന്ന ഏഫ ആണത്. ദേശത്ത് നിറഞ്ഞു നിൽക്കുന്ന അവരുടെ അകൃത്യമാണ് അത്. ഏഫായുടെ ഈയം കൊണ്ടുള്ള മൂടി പൊക്കി അതാ അതിനുള്ളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. അവൻ പറഞ്ഞു, ഇവളാണ് ദുഷ്ടത. അവൻ അവളെ ഏഫായുടെ ഉള്ളിലേക്ക് തള്ളി ഈയം കൊണ്ടുള്ള മൂടി അടച്ചു. ഞാൻ വീണ്ടും നോക്കി, അതാ 2 സ്ത്രീകൾ പറന്നു വരുന്നു. അവർക്ക് കൊക്കിൻ്റേതുപോലുള്ള ചിറകുകൾ ഉണ്ടായിരുന്നു. അവർ ഏഫായെ ആകാശത്തിലേക്ക് ഉയർത്തി. അവർ ഏഫായെ എവിടേക്ക് കൊണ്ടുപോകുന്നു? ഞാൻ ദൂതനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഷീനാർ ദേശത്ത് അതിനൊരാലയം പണിയാൻ പോകുന്നു. അത് പൂർത്തിയാകുമ്പോൾ ഏഫായെ അവരുടെ പീഠത്തിൽ പ്രതിഷ്ഠിക്കും. സഖറിയ അധ്യായം 6. ഞാൻ വീണ്ടും കണ്ണുയർത്തി നോക്കി, അതാ 2 പർവ്വതങ്ങൾക്കിടയിൽ നിന്ന് 4 രഥങ്ങൾ വരുന്നു. പർവ്വതങ്ങൾ പിച്ചള കൊണ്ടുള്ളതായിരുന്നു. ഒന്നാമത്തെ രഥത്തിന് ചുവന്ന കുതിരകൾ,
രണ്ടാമത്തേതിന് കറുത്തത്, മൂന്നാമത്തേതിന് വെളുത്ത കുതിരകൾ, നാലാമത്തേതിന് പുള്ളിക്കുതിരകൾ. പ്രഭു, എന്താണിത്? എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, ഭൂമി മുഴുവൻ്റെയും നാഥൻ്റെ മുമ്പിൽ നിന്ന് വരുന്ന ഇവർ ആകാശത്തിൻ്റെ 4 വായുക്കളിലേക്ക് പോകുന്നു. കറുത്ത കുതിരകളെ പൂട്ടിയ രഥം വടക്കുള്ള ദേശത്തേക്കും, വെള്ളക്കുതിരകളെ പൂട്ടിയ രഥം പടിഞ്ഞാറോട്ടും, പുള്ളിക്കുതിരകളെ പൂട്ടിയ രഥം തെക്കോട്ടും പുറപ്പെട്ടു. കുതിരകൾ ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കാനുള്ള അക്ഷമയോടെ പുറത്തു വന്നു. നിങ്ങൾ പോയി ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കുവനെന്ന് അവൻ കൽപ്പിച്ചു. അവ അങ്ങനെ ചെയ്തു. അവൻ എന്നോട് വിളിച്ചു പറഞ്ഞു, വടക്കേ ദേശത്തേക്ക് പോയവ അവിടെ എൻ്റെ കോപം ശമിപ്പിച്ചു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, ബാബിലോണിൽ നിന്ന് വന്ന പ്രവാസികളിൽ ഹെൽദായ്, തോബിയ, യെദായ എന്നിവരെ കൂട്ടി സെഫാനിയായുടെ പുത്രനായ ജോസിയായുടെ വീട്ടിലേക്ക് നീ ഇന്ന് തന്നെ പോവുക. അവരിൽ നിന്ന് വെള്ളിയും പൊന്നും വാങ്ങി കിരീടമുണ്ടാക്കി യഹോസദാക്കിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായി ജോഷുവയുടെ ശിരസിൽ വയ്ക്കുക. അവനോട് പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ശാഖ എന്ന നാമം വഹിക്കുന്നവൻ. അവൻ തൻ്റെ സ്ഥാനത്ത് വളരുകയും കർത്താവിൻ്റെ ആലയം പണിയുകയും ചെയ്യും. അവനായിരിക്കും കർത്താവിൻ്റെ ആലയം പണിയുന്നത്. അവൻ രാജകീയ പ്രതാപത്തോടെ സിംഹാസനത്തിൽ വാഴും. അവൻ്റെ വലതുഭാഗത്ത് ഒരു പുരോഹിതനും ഉപവിഷ്ടനാകും. അവർക്കിടയിൽ പൂർണ്ണ സമാധാനം പുലരും. ഹെൽദായ്, തോബിയ, യെദായ, സെഫാനിയായുടെ പുത്രൻ ജോസിയ എന്നിവരെ അനുസ്മരിപ്പിക്കാൻ ആ കിരീടം കർത്താവിൻ്റെ ആലയത്തിൽ സ്ഥിതി ചെയ്യും. വിദൂരത്ത് നിന്ന് ആളുകൾ വന്ന് കർത്താവിൻ്റെ ആലയത്തിൻ്റെ പണിയിൽ സഹായിക്കും. സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അങ്ങനെ നിങ്ങളറിയും. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നിങ്ങൾ ശ്രദ്ധാപൂർവം അനുസരിച്ചാൽ ഇത് സംഭവിക്കും. സഖറിയ അധ്യായം 7. ദാരിയുസ് രാജാവിൻ്റെ 4-ാം ഭരണവർഷം 9-ാം മാസമായ കിസ്ലേവ് 4-ാം ദിവസം സഖറിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. കർത്താവിൻ്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാൻ ബഥേൽ നിവാസികൾ ഷരേസറിനെയും രഗമ്മലക്കിനെയും അവരുടെ ആളുകളെയും അയച്ചു. അനേക വർഷങ്ങളായി ഞങ്ങൾ ചെയ്തു പോന്നതുപോലെ 5-ാം മാസത്തിൽ വിലാപവും ഉപവാസവും ആചരിക്കണമോ എന്ന് പ്രവാചകന്മാരോടും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയത്തിലെ പുരോഹിതന്മാരോടും ആരായാൻ അവരെ ഏൽപ്പിച്ചു. അപ്പോൾ സൈന്യങ്ങളുടെ കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ ദേശത്തെ ജനത്തോടും പുരോഹിതന്മാരോടും പറയുക, നിങ്ങൾ കഴിഞ്ഞ 70 വർഷമായി 5-ാം മാസത്തിലും 7-ാം മാസത്തിലും വിലാപവും ഉപവാസവും ആചരിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നുവോ? നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ? ജെറുസലേമും പ്രാന്ത നഗരങ്ങളും ജനനിബിഡവും ഐശ്വര്യപൂർണവുമായി കഴിഞ്ഞിരുന്നപ്പോൾ, നെഗബിലും സമതല പ്രദേശങ്ങളിലും ജനങ്ങൾ വസിച്ചിരുന്നപ്പോൾ, പണ്ടത്തെ പ്രവാചകന്മാരിലൂടെ കർത്താവ് ഇതല്ലേ കൽപ്പിച്ചിരുന്നത്? കർത്താവ് സഖറിയായോട് അരുളി ചെയ്തു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സത്യസന്ധമായി വിധിക്കുക. സഹോദരർ പരസ്പരം കരുണയും അലിവും കാണിക്കുക. വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നിങ്ങളിലാരും തൻ്റെ സഹോദരനെതിരെ തിന്മ നിരൂപിക്കരുത്. എന്നാൽ അവർ കൂട്ടാക്കിയില്ല. കേൾക്കാതിരിക്കാൻ ദുശാഠ്യത്തോടെ ചെവി അടച്ചു കളഞ്ഞു. സൈന്യങ്ങളുടെ കർത്താവ് തൻ്റെ ആത്മാവിനാൽ മുൻകാല പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത നിയമവും വചനങ്ങളും കേൾക്കാതിരിക്കാൻ അവർ ഹൃദയം കഠിനമാക്കി. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ക്രോധം അവരുടെ മേൽ പതിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ വിളിച്ചപ്പോൾ അവർ കേട്ടില്ല, അതുപോലെ അവർ വിളിക്കുമ്പോൾ ഞാനും കേൾക്കുകയില്ല.
ഞാൻ ചുഴലിക്കാറ്റയച്ച് അവരെ അപരിചിതരായ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു. അവർ വിട്ടുപോയ ദേശം ശൂന്യമായി, ആരും അതിലെ കടന്നുപോയില്ല. മനോഹരമായ ദേശം വിജനമായി. The book of Zechariah, chapter 1. In the 2nd year of Darius, in the 8th month, the word of the Lord came to the prophet Zechariah, son of Berechiah, son of Iddo. The Lord was indeed angry with your fathers. And say to them, Thus says the Lord of hosts, Return to me, says the Lord of hosts, and I will return to you, says the Lord of hosts. Be not like your fathers, whom the former prophets warned. Thus says the Lord of hosts, Turn from your evil ways and from your wicked deeds. But they would not listen or pay attention to me, says the Lord. Your fathers, where are they? And the prophets, can they live forever? But my words and my decrees, which I entrusted to my servants the prophets, did not these overtake your fathers? Then they repented and admitted, The Lord of hosts has treated us according to our ways and deeds, just as he had determined he would. In the 2nd year of Darius, on the 24th day of Shebat, the 11th month, the word of the Lord came to the prophet Zechariah, son of Berechiah, son of Iddo, in the following way. I had a vision during the night. There appeared the driver of a red horse, standing among myrtle trees in a shady place, and behind him were red, sorrel, and white horses. Then I asked, What are these, my Lord? And the angel who spoke with me answered me, I will show you what these are. The man who was standing among the myrtle trees spoke up and said, These are they whom the Lord has sent to patrol the earth. And they answered the angel of the Lord who was standing among the myrtle trees and said, We have patrolled the earth. See, the whole earth is tranquil and at rest. Then the angel of the Lord spoke out and said, O Lord of hosts, how long will you be without mercy for Jerusalem and the cities of Judah that have felt your anger these 70 years? To the angel who spoke with me, the Lord replied with comforting words. And the angel who spoke with me said to me, Proclaim, Thus says the Lord of hosts, I am deeply moved for the sake of Jerusalem and Zion, and I am exceedingly angry with the complacent nations, whereas I was but a little angry, they added to the harm. Therefore, says the Lord, I will turn to Jerusalem in mercy. My house shall be built in it, says the Lord of hosts, and a measuring line shall be stretched over Jerusalem. Proclaim further, Thus says the Lord of hosts, My city shall again overflow with prosperity. The Lord will again comfort Zion and again choose Jerusalem. Chapter 2. I raised my eyes and looked. There were 4 horns. Then I asked the angel who spoke with me what these were. He answered me, These are the horns that scattered Judah and Israel and Jerusalem. Then the Lord showed me 4 blacksmiths, and I asked, What are these coming to do? And he said, Here are the horns that scattered Judah, so that no man raised his head any more. But these have come to terrify them, to cast down the horns of the nations that raised their horns to scatter the land of Judah. Again I raised my eyes and looked. There was a man with a measuring line in his hand. Where are you going? I asked. To measure Jerusalem, he answered, to see how great is its width and how great its length. Then the angel who spoke with me advanced, and another angel came out to meet him, and said to him, Run, tell this to that young man. People will live in Jerusalem as though in open country, because of the multitude of men and beasts in her midst. But I will be for her an encircling wall of fire, says the Lord, and I will be the glory in her midst. Up, up, flee from the land of the north, says the Lord, for I scatter you to the 4 winds of heaven, says the Lord. Up, escape to Zion, you who dwell in daughter Babylon, for thus said the Lord of hosts, after he had already sent me, concerning the nations that have plundered you, Whoever touches you touches the apple of my eye. See, I wave my hand over them, they become plunder for their slaves. Thus you shall know that the Lord of hosts has sent me. Sing and rejoice, O daughter Zion.
See, I am coming to dwell among you, says the Lord. Many nations shall join themselves to the Lord on that day, and they shall be his people, and he will dwell among you, and you shall know that the Lord of hosts has sent me to you. The Lord will possess Judah as his portion in the Holy Land, and he will again choose Jerusalem. Silence, all mankind, in the presence of the Lord, for he stirs forth from his holy dwelling. Chapter 3. Then he showed me Joshua the high priest, standing before the angel of the Lord, while Satan stood at his right hand to accuse him. And the angel of the Lord said to Satan, May the Lord rebuke you, Satan. May the Lord, who has chosen Jerusalem, rebuke you. Is not this man a brand snatched from the fire? Now Joshua was standing before the angel, clad in filthy garments. He spoke and said to those who were standing before him, Take off his filthy garments, and clothe him in festal garments. He also said, Put a clean mitre on his head. And they put a clean mitre on his head, and clothed him with the garments. Then the angel of the Lord, standing, said, See, I have taken away your guilt. The angel of the Lord then gave Joshua this assurance, Thus says the Lord of hosts, If you walk in my ways and heed my charge, you shall judge my house and keep my courts, and I will give you access among these standing here. Listen, O Joshua, high priest. You and your associates who sit before you are men of good omen. Yes, I will bring my servant the shoot. Look at the stone that I have placed before Joshua, one stone with 7 facets. I will engrave its inscription, says the Lord of hosts, and I will take away the guilt of the land in one day. On that day, says the Lord of hosts, you will invite one another under your vines and fig trees. Chapter 4. Then I said to the angel who spoke with me, What are these things, my Lord? And the angel who spoke with me replied, Do you not know what these things are? No, my Lord, I answered. Then he said to me, This is the Lord's message to Zerubbabel, not by an army, nor by might, but by my Spirit, says the Lord of hosts. What are you, O great mountain? Before Zerubbabel you are but a plain. He shall bring out the capstone amid exclamations of Hail, hail to it. This word of the Lord then came to me. The hands of Zerubbabel have laid the foundations of this house, and his hand shall finish it. Then you shall know that the Lord of hosts has sent me to you. For even they who were scornful on that day of small beginnings shall rejoice to see the select stone in the hands of Zerubbabel. These 7 facets are the eyes of the Lord that range over the whole earth. Then the angel who spoke with me returned and awakened me, like a man awakened from his sleep. What do you see? He asked me. I see a lampstand all of gold with a bowl at the top, I replied. On it are 7 lamps with their tubes, and beside it are 2 olive trees, one on the right and the other on the left. I then asked him, What are these 2 olive trees at each side of the lampstand? And again I asked, What are the 2 olive tufts which freely pour out fresh oil through the 2 golden channels? Do you not know what these are? He said to me. No, my Lord, I answered him. He said, These are the 2 anointed who stand by the Lord of the whole earth. Chapter 5. Then I raised my eyes again and saw a scroll flying. What do you see? He asked me. I answered, I see a scroll flying. It is 20 cubits long and 10 cubits wide. Then he said to me, This is the curse which is to go forth over the whole earth. In accordance with it shall every thief be swept away, and in accordance with it shall every perjurer be expelled from here. I will send it forth, says the Lord of hosts, and it shall come into the house of the thief, or into the house of him who perjures himself with my name. It shall lodge within his house, consuming it, timber and stones. Then the angel who spoke with me came forward and said to me, Raise your eyes, and see what this is that comes forth. What is it? I asked. And he answered, This is a bushel container coming. This is their guilt in all the land.
Then a leaden cover was lifted, and there was a woman sitting inside the bushel. "This is wickedness," he said, and he thrust her inside the bushel, pushing the leaden cover into the opening. Then I raised my eyes and saw 2 women coming forth with a wind, ruffling their wings, for they had wings like the wings of a stork. As they lifted up the bushel into the air, I said to the angel who spoke with me, "Where are they taking the bushel?" He replied, "To build a temple for it in the land of Shinar. When the temple is ready, they will deposit it there in its place." Chapter 6. Again I raised my eyes and saw 4 chariots coming out from between 2 mountains, and the mountains were of bronze. The first chariot had red horses, the second chariot black horses, the third chariot white horses, and the fourth chariot spotted horses, all of them strong horses. I asked the angel who spoke with me, "What are these, my lord?" The angel said to me in reply, "These are the 4 winds of the heavens, which are coming forth after being reviewed by the Lord of all the earth." The chariot with the black horses was turning toward the land of the north, the red and the white horses went after them, and the spotted ones went toward the land of the south. As these strong horses emerged, eager to set about patrolling the earth, he said, "Go, patrol the earth." Then as they patrolled the earth, he called out to me and said, "See, that they go forth to the land of the north, will make my spirit rest in the land of the north." This word of the Lord then came to me, "Take from the returned captives Heldai, Tobijah, Jedaiah, and go the same day to the house of Josiah son of Zephaniah." These had come from Babylon. "Silver and gold you shall take, and make a crown. Place it on the head of Joshua son of Jehozadak, the high priest, Zerubbabel. And say to him, Thus says the Lord of hosts, Here is a man whose name is Shoot, and where he is he shall sprout, and he shall build the temple of the Lord. Yes, he shall build the temple of the Lord, and taking up the royal insignia, he shall sit as ruler upon his throne. The priest shall be at his right hand, and between the 2 of them there shall be friendly understanding. The crown itself shall be a memorial offering in the temple of the Lord, in favor of Heldai, Tobijah, Jedaiah, and the son of Zephaniah. And they who are from afar shall come and build the temple of the Lord. And you shall know that the Lord of hosts has sent me to you, and if you heed carefully the voice of the Lord your God. Chapter 7. In the 4th year of Darius the king, the word of the Lord came to Zechariah on the 4th day of Chislev, the 9th month. Bethel-Sarezer sent Regemelech and his men to implore favor of the Lord, and to ask the priests of the house of the Lord of hosts and the prophets, Must I mourn and abstain in the 5th month, as I have been doing these many years? Thereupon this word of the Lord of hosts came to me, Say to all the people of the land and to the priests, When you fasted and mourned in the 5th and in the 7th month these 70 years, was it really for me that you fasted? And when you were eating and drinking, was it not for yourselves that you ate, and for yourselves that you drank? Were not these the words which the Lord spoke through the former prophets, when Jerusalem and the surrounding cities were inhabited and at peace, when the Negeb and the foothills were inhabited? This word of the Lord came to Zechariah, Thus says the Lord of hosts, Render true judgment, and show kindness and compassion toward each other. Do not oppress the widow or the orphan, the alien or the poor. Do not plot evil against one another in your hearts. But they refused to listen. They stubbornly turned their backs and stopped their ears so as not to hear. And they made their hearts diamond hard so as not to hear the teaching and the message that the Lord of hosts had sent by his Spirit through the former prophets. Then the Lord of hosts, in his great anger, said that, as they had not listened when he called, so he would not listen when they called, but would scatter them with a whirlwind among all the nations that they did not know. Thus the land was left desolate after them, with no one traveling to and fro. They made the pleasant land into a desert.